ഞാൻ ഇടയ്ക്കൊരു വാക്ക് നുണറായി എന്ന് പറഞ്ഞു ഒന്ന് തിരുത്തണം. നുണറായിസം. നുണറായി എന്ന് പറഞ്ഞു ഒന്ന് തിരുത്തണം. നുണറായിസം. നമ്മളെയാണല്ലോ മച്ചമ്പി നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. ആ ചെളികൾ ഉള്ളത് കൊണ്ടാണ് ഈ താമരകൾ ശക്തമായി വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ എന്റെ ഉദ്ദേശം? കേരളത്തിൽ ചെളികളുടെ അളവ് വളരെ കൂടുതലാണ്. താമര വിരിയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവര് നിലനിൽക്കണം. പക്ഷെ ആ വെള്ളത്തിനടിയിൽ ശ്വാസം മുട്ടിക്കിടക്കണം. അതോ ഈ നുണറായി ഇസം വ്യക്തിപരമായിട്ടല്ല, ആ സംവിധാനത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. കണ്ണൂർ എവിടെയാണെന്നാണ് തോന്നുന്നത്. 50 ലക്ഷം 50 കോടി അനുവദിച്ചിരിക്കുന്നു കേരളത്തിലെ റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾക്ക്. ബോർഡ് നിശ്ചയിച്ച് വരുന്നത്. അതിന് അംഗീകാരം കൊടുത്താൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് പ്രഖ്യാപിക്കാൻ പറ്റൂ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വടൂക്കരയില് ഇവിടുത്തെ MLA-യും മുഖ്യമന്ത്രിയും പിന്നെ ആരൊക്കെയുള്ള ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. 15 കോടി അനുവദിച്ചിരിക്കുന്നു. തട്ടിപ്പ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഞാൻ വ്യക്തമായിട്ട് ഇവിടുന്ന് പറയുന്നു, റെയിൽവേക്ക് അങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജിന് പെർമിഷൻ കൊടുത്തതായിട്ട് റെയിൽവേക്ക് അറിവില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇനി ഒരു മാർക്സിസ്റ്റുകാരന് പോലും, ഒരു CPI-കാരന് പോലും ആ പാർട്ടിക്ക് വേണ്ടി ഇവിടെ വോട്ട് ചെയ്യാനൊക്കത്തില്ല. അത്രയും വലിയ നുണറായിസമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇത് അവിടുത്തെ ഒരു ഓട്ടോക്കാരൻ ചോദിച്ചിട്ടാണ് ഞാൻ അത് കണ്ടുപിടിച്ച് അതിന് RTI-ലൊന്നും പോകണ്ട. RTI ചുരണ്ടിയെടുത്ത മഹാന്മാരെല്ലാം മറ്റേ ചെമ്പ് ചുരണ്ടിയവരാണ്. ആ ചെമ്പ് ചുരണ്ടിയവരല്ല ഇപ്പൊ ചെമ്പിലോ സ്വർണത്തിലോ ഒക്കെ കടന്ന് തിളച്ച് പൊന്തി പതയുകയാണ്. ആ തേണ്ടി RDP-യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.